ഇവിടെ നമ്മൾ ഉഷ ആൻഡ് കമ്പനി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ അടുത്ത് നിന്നും കുറച്ച് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു. 6000 രൂപയുടെ ഗുഡ്സാണ് പർച്ചേസ് ചെയ്തത്. പക്ഷേ നമ്മൾ 3000 രൂപ മാത്രമേ കയ്യിൽ ക്യാഷ് ആയിട്ട് കൊടുക്കുന്നുള്ളൂ. ബാക്കി 3000 രൂപ നമ്മൾ കൊടുക്കുന്നില്ല, കടം പറയുന്നു. അപ്പോൾ ഇതിൻ്റെ ജേണൽ എൻട്രി നമ്മൾ എങ്ങനെ റെക്കോർഡ് ചെയ്യും? അപ്പോൾ ഇവിടെ ഗുഡ്സാണ് പർച്ചേസ് ചെയ്യുന്നത്, അത് നമ്മൾ സെയിൽ ചെയ്യുന്നതിന് വേണ്ടിയാണ് പർച്ചേസ് ചെയ്യുന്നത്. അതുകൊണ്ട് പർച്ചേസ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൻ്റെ ഉള്ളിലായിരിക്കും നമ്മളത് കാണിക്കുന്നത്. അപ്പോൾ പർച്ചേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു എക്സ്പെൻസ് ആണ്. ഇവിടെ എക്സ്പെൻസിന് എന്ത് സംഭവിക്കുന്നു? എക്സ്പെൻസ് ഇൻക്രീസ് ആകുന്നു. അതുകൊണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യും. അപ്പോൾ ഡെബിറ്റ് ചെയ്യാനുള്ളത് നമുക്ക് കിട്ടി, പർച്ചേസ് അക്കൗണ്ടിനെയാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ക്യാഷ് കൊടുത്തിട്ടുണ്ട്, 3000 രൂപ ക്യാഷ് കൊടുത്തിട്ടുണ്ട്. അതായത് അസറ്റ്, ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് 3000 രൂപ അവിടെ കുറയുന്നു. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കുറഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഉഷ ആൻഡ് കമ്പനിക്ക് നമ്മൾ 3000 രൂപ കൊടുക്കാനുണ്ട്, ബാക്കി 3000 രൂപ കൊടുക്കാനുണ്ട്. 3000 രൂപ മാത്രമേ കൊടുത്തുള്ളൂ, 6000 രൂപയുടെ സാധനമാണ് വാങ്ങിയത്. അപ്പോൾ പൈസ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴായാലും പൈസ കൊടുത്തേ പറ്റൂ, പൈസ കൊടുത്തിട്ടില്ല നിലവിൽ. അപ്പോൾ അത് നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് ഒരു ലൈബിലിറ്റിയാണ്, നമുക്കൊരു ബാധ്യതയാണ്, പിന്നീട് പൈസ കൊടുക്കണം. അപ്പോൾ ഉഷ ആൻഡ് കമ്പനി എന്ന് പറഞ്ഞാൽ ലൈബിലിറ്റിയാണ്. ഇവിടെ ലൈബിലിറ്റിയും ഇൻക്രീസ് ചെയ്യുന്നു. ലൈബിലിറ്റി ഇൻക്രീസ് ചെയ്താൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ജേണൽ എൻട്രി പർച്ചേസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു, 3000 കാണിക്കുന്നു. ക്യാഷ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നു, 3000 കാണിക്കുന്നു. അതായത് നമ്മൾ 3000 രൂപയുടെ സാധനം വാങ്ങിച്ചു, ക്യാഷ് കൊടുത്തു എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതേപോലെ തന്നെ ഇനി നമ്മൾ 3000 രൂപ കൊടുക്കാനുണ്ടെന്ന് കാണിക്കണം ഉഷ ആൻഡ് കമ്പനിക്ക്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പർച്ചേസ് അക്കൗണ്ടിനെ വീണ്ടും ഡെബിറ്റ് ചെയ്യുന്നു, അടുത്തൊരു ജേണൽ എൻട്രി ആയിട്ട് ചെയ്യുന്നു, 3000 രൂപ കാണിക്കുന്നു. ഉഷ ആൻഡ് കമ്പനിയെ വീണ്ടും ക്രെഡിറ്റ് ചെയ്യുന്നു, 3000 കാണിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ 2 എൻട്രി ആയിട്ട് ഇടുന്നതിന് പകരം ഈ 2 എൻട്രിയും കൂടെ ചേർത്ത് നമുക്ക് ഒരു ഒറ്റ ജേണൽ എൻട്രി ആയിട്ട് ഇടാം. അതിനെ നമ്മൾ കോമ്പൗണ്ട് ജേണൽ എൻട്രി എന്ന് പറഞ്ഞ് മറ്റ് 2 ക്ലാസ്സിൽ നമ്മൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിച്ചു. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 പർച്ചേസിനെയും കൂടെ ചേർത്ത് നമുക്ക് ഒറ്റ പർച്ചേസ് ആയിട്ട് കാണിക്കാം. പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ്, അതായത് നമ്മൾ പർച്ചേസ് ചെയ്തു, എത്ര രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്തത്? ഇവിടെ കൊടുത്തിട്ടുണ്ട് 6000 കാണിച്ചു, 6000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തു. ഇനി ഇതിനുള്ളിൽ തന്നെ നമ്മൾ 3000 ക്യാഷ് കൊടുത്തതായിട്ട് 3000 ക്യാഷ് കൊടുക്കാനുള്ളതായിട്ട് കാണിക്കും. ക്യാഷ് കൊടുത്തത് 3000 രൂപയാണ്, ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കുറയുന്നു. അതുകൊണ്ട് ടു ക്യാഷ് 3000 രൂപ ക്യാഷ് പോയി. ഇനി ടു ഉഷ ആൻഡ് കമ്പനി 3000, ഉഷ ആൻഡ് കമ്പനിക്ക് 3000 രൂപ കൊടുക്കാനുണ്ട്.